പിന്നെ നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നിരിക്കുകയാണ്. ആ ഡെസിമൽ നമ്പറിനെ നമുക്ക് എങ്ങനെ ഭിന്നസംഖ്യയാക്കാം നോക്കാം. 3.25. സപ്പോസ് 3.25 തന്നിരിക്കുകയാണ്. ഇവിടെ കാണാം പോയിന്റിന് ശേഷം 2 സംഖ്യകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യനെ ആദ്യം ആ പോയിന്റ് എടുത്ത് കളഞ്ഞിട്ട് എത്ര അക്കങ്ങൾ പോയിന്റിന് ശേഷം വരുന്നോ അത്രയും 0 ഇടുക. അതിനുശേഷം അടുത്ത ഭാഗത്തായിട്ട് 1 ഇടുക. ഇതാണ് ഈ സംഖ്യയുടെ ഭിന്നസംഖ്യ. ഇത് സോൾവ് ചെയ്യുമ്പോൾ 25 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 100-ൽ 25 എത്രയുണ്ട്? 4 ഉണ്ട്. ഇനി 32-ൽ ഒരു 5, ഒരു 25, ബാക്കി എത്രയുണ്ട്? 7. 25 32, 7, 75. അപ്പോൾ 13. 13/4 വരും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് ഇതിൻ്റെ സാധാ ഭിന്നസംഖ്യ. ഇനി അതിന് മിശ്ര ഭിന്നമാക്കണമെങ്കിലോ 13 നമുക്ക് 12 + 1 എന്ന് എഴുതാം. 4 എന്ന് എഴുതിക്കൂടെ? ഈ 12/4 ഹരിക്കുമ്പോൾ 3. 3 + 1/4. അല്ലെങ്കിൽ 13/4 ഹരിച്ച് നോക്കിയാൽ 3 × 4 12. സിസ്റ്റം 1 വരും. 4. അപ്പോൾ നമുക്ക് ഇവിടെ 3 വന്നിട്ട് 3 1 സിസ്റ്റം വന്ന് 1 ഡിവൈഡഡ് ബൈ ഹരിക്കേണ്ട സംഖ്യ 3 1/4 എന്ന് എഴുതും. അടുത്ത വ്യവകലനം, സബ്ട്രാക്ഷൻ. വ്യവകലനം അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ കുറയ്ക്കുക. ഇപ്പോൾ 2 പോസിറ്റീവ് സംഖ്യകളാണ് തന്നിരിക്കുന്നത് വെച്ചാൽ വലിയ സംഖ്യ ഫസ്റ്റാണ് വരുന്നത് വെച്ചാൽ ആ സംഖ്യേനെ വേറെ ചെറിയ സംഖ്യ കൊണ്ട് കുറച്ചിട്ട് ഏതാണ് വലുത്? വലുതിൻ്റെ ചിഹ്നം ഇടുക, പോസിറ്റീവ് ചിഹ്നം ഇടുക. ഇനി 2 പോസിറ്റീവ് സംഖ്യകളാവുകയും ആദ്യത്തെ തന്നത് ചെറുതും രണ്ടാമത്തെ വലുതുമാണ് വെച്ചാൽ അവ തമ്മിൽ കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടുക. ഇനി 2 സംഖ്യകളിൽ ഒരെണ്ണം പോസിറ്റീവ് വേറത് നെഗറ്റീവ് ആയാൽ അവ തമ്മിൽ കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടാം. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് ചെയ്ത് പഠിക്കാം. ചെറിയ സംഖ്യകൾ ഇപ്പോൾ സപ്പോസ് എനിക്ക് 7 - 5 ചെയ്യണം. അപ്പോൾ ആൻസർ എന്ത് വരും? വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ 7 - 5 7 - 5 2 എന്ന് വരും. ഇനി ഇതേ സംഖ്യനെ 5 - 7 ആകുമ്പോഴോ ഇവിടെ വലിയ സംഖ്യ രണ്ടാമതാണ് വന്നിരിക്കുന്നത്. ചെറുതിൽ നിന്നും വലിയ സംഖ്യയാണ് കുറയ്ക്കേണ്ടി വന്നിരിക്കുന്നത്. 7-ന്ന് 5 കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ എത്ര വരും? -2 വരും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് സംഖ്യകൾ തന്നാൽ ഇപ്പോൾ 7 2 കാറ്റഗറി ഉണ്ട്. 7 -5 തന്നാൽ ഇതെന്ത് ചെയ്യണം? 7 ഈ മൈനസ് കൂട്ടിയിട്ട് പ്ലസ് ആവും. അപ്പോൾ 7 + 5 12 എന്ന ആൻസർ വരും. ഓക്കെ ആണല്ലോ. ഇനി -5 - 7 അങ്ങനെ തന്നാലോ -12 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? നമുക്ക് ചെയ്ത് പഠിക്കാം. ഒരു സംഖ്യ 52 - 37. അപ്പോൾ എത്ര വരും? 52-ന്ന് 37 കമ്മിയാക്കിയ 15. ഇതെങ്ങനെ ചെയ്യാൻ അറിയാലോ അല്ലേ? 52 - 37 ഇവിടെ 2-ന് 7 കൂടെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 12 ഇവിടെ തന്നെ കടം എടുക്കണം. ഇവിടെ ഒന്നാവും. അപ്പോൾ 12 ആവും. 12 - 7 5 ആവും. ഇവിടെ ഒരെണ്ണം എടുത്തുകൊണ്ട് ഇവിടെ 4 - 3 1 അങ്ങനെ ഇതെല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. 37-നെ -52 ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ സംഖ്യയാണ് വലുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 52 - 37 ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം അതാണ് -15 ഇടുക. ക്ലിയർ ആണല്ലോ. അടുത്തത് 52 - 37 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക? ഈ മൈനസ് കൂട്ടുമ്പോൾ പ്ലസ് വരും. 52 + 37 വരും. 7 2 9 5 3 8 89. ഇനി -52 - 37 ആണ് ചെയ്യുന്നത് വെച്ചാൽ എത്ര വരും? -89 വരും. ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ ചെയ്ത് പഠിക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ തന്നെ 3/4 - 1/4 എന്ന് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഛേദങ്ങൾ ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഛേദത്തിന് അതേപോലെ എഴുതുക. എന്നിട്ട് അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 3 - 1 അപ്പോൾ 2/4. ഇതിന് സോൾവ് ചെയ്യുമ്പോൾ 1/2. അതായത് 3/4-ന്ന് 4 കമ്മിയാക്കിയ അരയാണുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഛേദങ്ങൾ അപ്പോൾ 3/2 - 1/4 ആണ് ചെയ്യേണ്ടി വയ്ക്കുക. ഇങ്ങനെയുള്ള സമയത്ത് ഛേദം ഡിഫറെൻ്റ് ആകുന്ന സമയത്ത് ഛേദത്തിനെ ഒരേപോലെ ആക്കാൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2ഉം ഇവിടെ 4ഉം ആണുള്ളത്. ഇവിടെ 2ഉം ഇവിടെ 4ഉം ആണുള്ളത്. അപ്പോൾ ഈ 2-നെ 4 വേണ്ടിയിട്ട് മേലെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2/2 × 2 - 1/4 എന്നാണ്.
6 6 - 1 5 5/4 എന്ന ആൻസർ വരും. ഓക്കെയാണ്. 6 6 ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഛേദങ്ങൾ തുല്യമാക്കി. അപ്പോൾ അംശങ്ങളത്തെ നേരെ ഡയറക്റ്റായിട്ട് കമ്മിയാക്കിയാൽ മതി. 6 - 1 5/4. ഇനി ഡിഫറൻ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ഇല്ലാത്ത സംഖ്യകളാണെങ്കിൽ 5/7 - 1/11. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഫസ്റ്റത്തെ സംഖ്യയുടെ ഛേദം രണ്ടാമത്തെ സംഖ്യയുടെ അംശവുമായി മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം ഫസ്റ്റത്തെ സംഖ്യയുടെ അംശവുമായി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവ തമ്മിൽ കുറയ്ക്കുക. ഇപ്പോൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ 5 × 11 - 1 × 7 ഡിവൈഡഡ് ബൈ 11 × 7. അപ്പോൾ എത്ര വരും? 55 - 7 48/77 എന്ന ആൻസർ വരും. ഇനി അടുത്തൊരു കണക്ക്. ഇനിയിപ്പോൾ നമുക്ക് പോയിന്റ് സംഖ്യകളാണ്. ഇപ്പോൾ 5.45 - 6.82 ഇങ്ങനെയുള്ളൊരു സംഖ്യയാണ് ചെയ്യേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളൊരു സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കമ്മിയാക്കുക. അപ്പോൾ 6.82 5.45 കമ്മിയാക്കിയാൽ 12 2 പോയാൽ 7 7 - 4 3 1.37. പക്ഷെ വലുത് 6.82 ആണ്. അപ്പോൾ -1.37 ആൻസർ വരും. എല്ലാവരും ക്ലിയർ ആണല്ലോ? 6.43 - 4.20. ഇതിലിപ്പോൾ വലിയ സംഖ്യ 6.43 ആണ്. അപ്പോൾ നേരെ നമുക്ക് കുറച്ചാൽ മതി. 3 - 0 3 4 - 2 2 6 - 4 2 2.23. ഇനി നമുക്കത് തിരിച്ച് ചെയ്യാം. 4.20 - 6.43. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കമ്മിയാക്കിയിട്ട് മൈനസ് ചിഹ്നം ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ വരിക -2.23 എന്നാണ് ആൻസർ വരിക. ഇനി അടുത്തത് ഗുണനം. ഗുണിക്കുമ്പോൾ രണ്ട് സംഖ്യകളും പോസിറ്റീവ് ആണെങ്കിൽ ഗുണനഫലം പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഇപ്പോൾ രണ്ടെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി മാറും. 7 × 5 35 രണ്ടും പോസിറ്റീവ്. അപ്പോൾ ആൻസറും പോസിറ്റീവ്. ഇനി 2 നെഗറ്റീവ് -7 × -5 ആണ് വെച്ചാൽ 2 നെഗറ്റീവാണ്. അപ്പോൾ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് സംഖ്യ വരും 35 പോസിറ്റീവ് 35. ഇനി ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആയാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും വരിക. -7 × 5 -35. ഭിന്നസംഖ്യ നോക്കാം. 3/4 × 1/2. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഇത് നമുക്ക് നേരെ അംശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഛേദങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 1 3 4 × 2 8 3/8 വരും. വീണ്ടും നമുക്ക് നോക്കാം. 5/7 × 8/11. അപ്പോൾ 8 40/77 7 × 11 77. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളും ഗുണിക്കുക. ഇനി നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് അങ്ങനെ ഗുണിക്കാൻ നോക്കാം. 3.5 × 2 വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നെ 5 × 2 10 സിസ്റ്റം 1 3 2 6 +1 7. ഇത് പോയിൻ്റ് എത്ര? ഇവിടെ ഒരു പോയിൻ്റ് ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഒരു പോയിൻ്റ് മാറ്റിയിട്ടിടുക. 7 എന്ന് വരും ആൻസർ. ഇനി നമുക്കൊരു വേറെ കണക്ക് ചെയ്യാം. 3.5 × 2.2. ഇതിപ്പോൾ നമുക്ക് രണ്ട് ഡെസിമൽ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇത് ചെയ്യുന്നത് ചോദിച്ചാൽ ഡെസിമൽ നമ്പേഴ്സിനെ ആദ്യം മാറ്റുക. അപ്പോൾ 35 × 22 എന്ന് വരും. 35 × 22 എത്ര വരും? 25 10 സിസ്റ്റം 1 23 6 + 10 16 1 17 സിസ്റ്റം 1 23 6 1 770 വരും. ഇവിടെ നമ്മൾ 3.5ൽ ഒരു ഡെസിമൽ മാറിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ 2.2ലും ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് ഡെസിമൽ നമ്പേഴ്സ് എത്ര ഉണ്ട് അത് കൂട്ടുക. അപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസ് എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്.
2.2 എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ഇപ്പോൾ രണ്ടും കൂട്ടിയാൽ 2 ഡെസിമൽ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് നിന്നും 2 ഡെസിമൽ മാറിയിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ 7.70. നമ്മൾ എത്ര ഡെസിമൽ ഉണ്ടോ അത്രയും ഡെസിമൽ കൂട്ടിയിട്ട് അടുത്ത് നിന്നും മാറിയിട്ട് ആൻസറിൽ ഇടുകയാണ് ചെയ്യേണ്ടത്. 7.8 ഇൻറ്റു 7.4 7.42. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം 742 ഇൻറ്റു 78. അപ്പോൾ ഇത് എത്ര ആൻസർ വരിക? 2 16 സിസ്റ്റം 1 4 32 14 32 14 46 32 14 46 46 1 47 സിസ്റ്റം 4 7 49 49 32 49 2 51 30 81 4 85 സിസ്റ്റം 8 7 49 8 57. നമ്മളിവിടെ 7.42 എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ്. 7.8 എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 ഡെസിമൽ പ്ലേസ്. അപ്പോൾ മൊത്തം തമ്മിൽ കൂട്ടുമ്പോൾ 3 ഡെസിമൽ മാറിയിട്ട് വേണം നമുക്ക് ആൻസർ ഇടാൻ. അപ്പോൾ ആൻസർ എന്താ വരിക? 57.576. ഓക്കെ. ഇനി നമുക്ക് ഒരു സംഖ്യയുടെ ഗുണന വിപരീതം. ഗുണനത്തിൻ്റെ വിപരീതം കാണാൻ എന്താ ചെയ്യാം? ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു സംഖ്യ 4 ആണ്. അപ്പോൾ അതിൻ്റെ ഗുണന വിപരീതം എന്താണ്? 1/4 ആണ്. ഇതിന് വ്യൂൽക്രമം ചെയ്യുക. വ്യൂൽക്രമം പറഞ്ഞാൽ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററായിട്ട് എഴുതുക, ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററായിട്ട് എഴുതുക. അപ്പോൾ 4ൻ്റെ ഗുണന വിപരീതം 1/4 ആണ്. ഇപ്പോൾ 3/4 ആണെങ്കിൽ അതിൻ്റെ ഗുണന വിപരീതം എന്തായിരിക്കും? 4/3 ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ചാൽ ആൻസർ എന്ത് വരണം? 1 വരണം. ഇതാണ് ഗുണന വിപരീതം. ഒരു സംഖ്യയുടെ അംശം ഛേദവും ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററായിട്ടും ഛേദവും അംശവുമായിട്ട്, അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായിട്ട് എഴുതിയാൽ നമുക്ക് ഗുണന വിപരീതം ലഭിക്കും. അടുത്തത് ഹരിക്കുക. ഹരണവും ഗുണനവും ഒരുപോലെയാണ്. 2 സംഖ്യകൾ ഒരേപോലെ പോസിറ്റീവ് ആണെങ്കിൽ ഹരണഫലം പോസിറ്റീവ് ആയിരിക്കും. ഇനി 2 സംഖ്യകൾ നെഗറ്റീവ് ആണെങ്കിൽ ഹരിച്ചാൽ പോസിറ്റീവ് സംഖ്യ കിട്ടും. ഇനി ഒരു സംഖ്യ പോസിറ്റീവും അടുത്ത സംഖ്യ നെഗറ്റീവുമായാൽ ഹരണഫലം നെഗറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. 15 ഹരിക്കണം 3 രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ ആൻസറും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ -3 ആണെന്ന് വെച്ചാൽ ആൻസറും നെഗറ്റീവ് ആയിരിക്കും. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് ഭിന്നസംഖ്യകൾ ചെയ്യാം. 8/17 ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ ഇങ്ങനെ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 8/17 ചിലപ്പോൾ ഇങ്ങനെ തരാം 3/4. അപ്പോൾ ഹരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ സംഖ്യയുടെ വ്യൂൽക്രമം ഇട്ടിട്ട് 2 സംഖ്യ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെന്താ ചെയ്യുക? 8/17 3/4ൻ്റെ വ്യൂൽക്രമം ചെയ്താൽ 4/3. ഓക്കെ ആണല്ലോ. അപ്പോൾ 8 × 4 32/51. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്യാം. 31/3 ഹരിക്കണം 5/4. അപ്പോൾ ഇതിൻ്റെ വ്യൂൽക്രമം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. 31/3 × 4/5, അതായത് 4 12 /50. 31/8 ഹരിക്കണം 51/7. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ എവിടെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അവിടെ ഇത്തിരി നീട്ടിയിട്ടുള്ള വരയിടുക. അപ്പോൾ ഇതൊന്ന് മനസ്സിലാവും. 31/7 ആണ് ചെയ്യേണ്ടത്. 51 × 8 ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരും 7 3 21 ഡിവൈഡ് ബൈ 8 5 40 408. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ടേക്ക് കെയർ. ബൈ.